എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേറ്റഡ് പരീക്ഷയുടെ കാറ്റഗറി 2 എക്സാമിലെ പാർട്ട് 1 സൈക്കോളജിയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. 13ാമത്തെ ചോദ്യം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ കുട്ടി വസ്തുതകളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ കുട്ടി വസ്തുതകളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? ദ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു പിയാഷെ ടു വിച്ച് എ ചൈൽഡ് ഡിസ്പ്ലേസ് ഓർഗനൈസ്ഡ് ലോജിക്കൽ തിങ്കിങ് ഈസ് എ. ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ്, ബി. പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സി. ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഡി. മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി ആണ് ഉത്തരം, മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇപ്പോ ഈ പറയുന്ന ഓപ്ഷനുകളൊന്നും ഒരുപക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാൽ, അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഇതൊക്കെ എന്താണ് എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലെ ഓരോ ഘട്ടങ്ങളും അദ്ദേഹം എങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ലളിതമായിട്ട് പരിശോധിക്കാം. ഇനി നമുക്ക് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പിയാഷെയുടെ വീക്ഷണത്തിൽ മനുഷ്യന്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ വികസനം എന്നത് ആ വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വികസനം ഉണ്ടാവുന്നത്. അഥവാ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമാണ് അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ വികസനം എന്നാണ് പിയാഷെ പറയുന്നത്. പിയാഷെ ഈ വൈജ്ഞാനിക വികസനത്തെ 5 ഘട്ടങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഐന്ദ്രിക ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തത് ആശയാധാന പൂർവഘട്ടം പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 3, ഊഹനഘട്ടം ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. 4, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 5, ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 5 സ്റ്റേജുകളാണ് വൈജ്ഞാനിക വികസനത്തിനുള്ളത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ചില ഘട്ടങ്ങൾക്ക് മൊത്തത്തിൽ അദ്ദേഹം മറ്റൊരു പേര് നൽകുകയുണ്ടായി. അതായത് ഇതിൽ 2ഉം 3ഉം ഘട്ടങ്ങൾ അഥവാ ആശയാധാന പൂർവഘട്ടം അഥവാ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, ഊഹനഘട്ടം അഥവാ ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്, ഈ 2ഉം 3ഉം ഘട്ടങ്ങളെ സംയുക്തമായി രണ്ടിനെയും കൂടി അദ്ദേഹം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മനോവ്യാപാര പൂർവഘട്ടം എന്ന് വിളിച്ചു. 4ഉം 5ഉം ഘട്ടങ്ങളെ അദ്ദേഹം ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് വിളിച്ചത്. അപ്പോൾ 2ഉം 3ഉം ഘട്ടങ്ങളെ അദ്ദേഹം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും 4ഉം 5ഉം ഘട്ടങ്ങളെ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും വിളിച്ചു അദ്ദേഹം. ഈ ഓരോ ഘട്ടത്തിൻ്റെയും പ്രത്യേകത, ഒരു ഘട്ടം അതിന് മുമ്പുള്ള ഘട്ടത്തെക്കാൾ, ഓരോ ഘട്ടത്തിലും അതിന് മുമ്പുള്ള ഘട്ടങ്ങളെക്കാൾ പല വിധത്തിലുള്ള പുതിയ ഭൗതിക
ഭൗതികമായ പ്രവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന പുരോഗതിയാണ്. മുമ്പില്ലാത്ത പല ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും അഥവാ ഭൗതിക പ്രവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിയാഷെയുടെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും ഈ പ്രത്യേക ഘട്ടങ്ങളിലൂടെ ഒക്കെ പുരോഗമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആർക്കും ഒരു ഘട്ടത്തെ ഒഴിവാക്കാനാവില്ല. എന്നാൽ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർ നേടുന്ന പുരോഗതിയിൽ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാമെങ്കിലും എല്ലാവരും ഈ ഘട്ടങ്ങളിലൂടെ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇനി നമുക്ക് ഈ ഘട്ടങ്ങളെയൊക്കെ അഥവാ ജീൻ പിയാഷെയുടെ ഈ വികസന ഘട്ടങ്ങളെയൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോന്നോരോന്നായി അല്പം പരിശോധിക്കാം. ഒന്നാമത്തത് ഐന്ദ്രിക ചാലക ഘട്ടം. 2 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഈ ഐന്ദ്രിക ചാലക ഘട്ടം. ഒരു കുട്ടി 2 വയസ്സാവുന്നത് വരെയുള്ള കാലം. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി നേടിയെടുക്കുന്ന ശേഷികൾ അതിൽ പ്രധാനപ്പെട്ടതാണ് വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അഥവാ ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ചുള്ള ബോധം. അതായത് ഒരു ചെറിയ കുട്ടിയുടെ ലോകത്ത് ഒരു വസ്തു പ്രത്യക്ഷത്തിൽ സമീപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ഒരു വസ്തു പ്രത്യക്ഷത്തിൽ ആ കുട്ടിയുടെ സമീപത്തുണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ക്രമേണ വസ്തുവിന്റെ സ്ഥിര സ്വഭാവത്തെക്കുറിച്ച് കുട്ടി അല്പാൽപം ബോധവാനാവുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മാനസിക വികസനം ബുദ്ധിയുള്ള ഒരു മൃഗത്തിൻ്റെതിന് തുല്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്. സ്വന്തം കൺമുന്നിലുള്ള സാധനം മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണ്. കൺമുന്നിൽ നിന്ന് ഒരു വസ്തുവിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ആ വസ്തു ഉണ്ട് എന്ന ബോധം കുട്ടിക്കില്ല. ഒരു കളിപ്പാട്ടം കുട്ടിയുടെ മുന്നിലുള്ളപ്പോൾ കുട്ടിക്ക് അത് കിട്ടാൻ താല്പര്യമുണ്ടാകും. പക്ഷെ ആ കുട്ടിയുടെ കൺമുന്നിൽ നിന്ന് ആ കളിപ്പാട്ടം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ കുട്ടിക്കുണ്ടാവില്ല. അത് ആ പ്രായത്തിലെ ഒരു പ്രത്യേകതയാണ്. 2 വയസ്സോട് കൂടിയിട്ടാണ് ഈ 2 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഇങ്ങനെ കൺമുന്നിൽ നിന്ന് ഇത് മാറ്റിയാലും അങ്ങനെ ഒരു വസ്തു ഉണ്ട്, വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അങ്ങനെയാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി. നമുക്കറിയാം, ഒരു ശിശു കൈകാലുകളൊക്കെ അനക്കുന്നത് തുടക്കത്തിൽ അനക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. കുട്ടി ഈ സ്വന്തം ഇച്ഛപ്രകാരം ഇങ്ങനെ കൈകാലുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയുമല്ല. അതിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. കൈകളും കാലുകളും സ്ഥിരമായി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നതേ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ കുട്ടികൾ. അത് സ്വന്തം ഇച്ഛപ്രകാരം എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല. അപ്പൊ തുടക്കത്തിൽ അങ്ങനെയാണ്, ഇച്ഛാതീത വ്യവഹാരങ്ങളാണ്. പിന്നീട് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക്, അതാ മനപ്പുറം ഉദ്ദേശത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കൈകാലുകൾ ഇങ്ങനെ അനക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടി വികസിക്കും, അങ്ങനെ പുരോഗതി നേടും. ഇത് ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. രണ്ടാമത്തെ ഘട്ടം ആശയാധാന പൂർവഘട്ടം. 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ആശയാധാന പൂർവഘട്ടം. ഇതിൻ്റെ പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ശേഷിയാണ് പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി. അഥവാ മനസ്സിൽ അതിൻ്റെ ഒരു ഇമേജ് തീർക്കുവാൻ. അങ്ങനെ വസ്തുക്കളെ ബിംബം എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് എന്താണ് ബിംബങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ അതിൻ്റെ ഒരു ഇമേജ് തീർക്കാനുള്ള ശേഷിയാണ് ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ഈ ഘട്ടത്തിലാണ് ഒരു കുട്ടി നേടിയെടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുപ്പി കാണുമ്പോൾ, പാൽക്കുപ്പി കാണുമ്പോൾ പാലിൻ്റെ ഉറവിടമായിട്ട് അതിനെ കുട്ടി സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ശേഷി അവിടെ ഈ പ്രായത്തിലെ 2 വയസ്സ് മുതലാണ് കുട്ടിക്ക് ആ ശേഷി ഉണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി ഭാഷയുമായി പരിചയമാവുകയും ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു കുട്ടിയുടെ 3 ചക്രമുള്ള ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിനെ ഒരു റേസിംഗ് കാറായിട്ടും ഒക്കെ കുട്ടി സങ്കല്പിക്കും. അതുപോലെ ചെറിയൊരു വടി കയ്യിൽ കിട്ടിയാൽ അത് തോക്കായിട്ട് കുട്ടി സങ്കല്പിക്കും. അതുപോലെ അത് മാത്രമല്ല, കുട്ടിയുടെ സമീപത്തില്ലാത്ത വസ്തുക്കളെ കുറിച്ചൊക്കെ ഈ ഘട്ടത്തിൽ ചിന്തിക്കുവാൻ കുട്ടിക്ക് സാധിക്കും.
ഇതാണ് ഈ ആശയാധാന പൂർവ്വഘട്ടത്തിന്റെ പ്രത്യേകത. പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ഈ ഘട്ടത്തിലാണ്, അഥവാ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ഘട്ടത്തിലാണ് കുട്ടി നേടിയെടുക്കുന്നത്. ഇനി 3ാമത്തെ ഘട്ടം ഊഹനഘട്ടം എന്നാണ് ആ 3ാം ഘട്ടം അറിയപ്പെടുന്നത്. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഊഹനഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന ശേഷി കുട്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. ഭൂതവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന്, അഥവാ കുട്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. അപ്പൊ ലഘുവായ ബന്ധങ്ങളാണ് കുട്ടി ഊഹിച്ചെടുക്കുക. വലിയ ബന്ധങ്ങളൊന്നും ഊഹിച്ചെടുക്കാൻ കഴിയില്ല. അഥവാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് ബന്ധങ്ങളൊക്കെ ഊഹിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുന്നു, പക്ഷെ ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ റിവേഴ്സിബിലിറ്റിക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നില്ല. അത് നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചിന്തന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ ഈ കുട്ടിക്ക് കഴിയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, രവി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറയാം. 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സഹോദരനുണ്ട്, ശശി. അവന്റെ അനുജനാണ്. അപ്പൊ രവിയുടെ അനുജനാണ് ശശി. അപ്പൊ രവിയോട് ചോദിക്കുന്നു, രവി നിനക്ക് സഹോദരനുണ്ടോ? അപ്പൊ രവി പറയും, അതെ എനിക്ക് സഹോദരനുണ്ട്. അവൻ ശശിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അതെ ശശി എന്റെ സഹോദരനാണ് എന്ന് പറയും. രണ്ടാമതായി ചോദിക്കുന്നു രവിയോട്, ശശിക്ക് സഹോദരനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ രവി പറയും, എനിക്ക് ശശിക്ക് സഹോദരനില്ല എന്നാണ് മിക്കവാറും ആ കുട്ടി മറുപടി പറയാം. യഥാർത്ഥത്തിൽ ശശിയുടെ സഹോദരനാണ് ഈ രവി. ഞാൻ ശശിയുടെ സഹോദരനാണ് എന്ന് ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 5 വയസ്സായ രവിക്ക് തൻ്റെ ചിന്തയെ തന്നിലേക്ക് തന്നെ പിന്നോട്ടെടുക്കാനും ശശി എൻ്റെ സഹോദരനായതിനാൽ ഞാൻ ശശിയുടെ സഹോദരനാണ് എന്ന് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഈ കഴിവിനെയാണ്, ഈ പ്രതിഭാസത്തെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് ജീൻ പിയാഷെ പറയുന്നത്. ആ റിവേഴ്സിബിലിറ്റിക്കുള്ള ശേഷി ഈ ഘട്ടത്തിൽ ആ കുട്ടി നേടിയെടുക്കുന്നില്ല. അത് അടുത്തു വരുന്ന ഘട്ടത്തിലാണ് കുട്ടി വികസിപ്പിച്ചെടുക്കുന്നത്. ഇനി 4ാമത്തെ ഘട്ടം വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ശേഷിയാണ് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു. ഇവിടെ റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം വേണ്ടി വരുന്ന മനോവ്യാപാരങ്ങൾ ഏർപ്പെടാനുള്ള ശേഷി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അനുഭവങ്ങൾ പദാർത്ഥനിഷ്ഠമായിരിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. അപ്പോൾ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് വർദ്ധിക്കുന്നു. റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം നടത്താനുള്ള ശേഷി കുട്ടി നേടിയെടുക്കുന്നു. ഈ ഘട്ടത്തിന്റെ സ്വഭാവം വിശദമാക്കാൻ വേണ്ടിയിട്ട് ഈ പിയാഷെ ഓപ്പറേഷണൽ തോട്ട് അഥവാ മനോവ്യാപാരം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ ലഘുവായ നിരവധി ബന്ധങ്ങളെ മാനസികമായി കൈകാര്യം ചെയ്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ ഘടനയായിട്ട് ഇണക്കി ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓപ്പറേഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ. അഥവാ ലഘുവായ നിരവധി ബന്ധങ്ങളെ മാനസികമായിട്ട് കൈകാര്യം ചെയ്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ ഘടനയായിട്ട് അവയെ ഇണക്കി ചേർക്കുന്ന ഒരു പ്രവർത്തന പദ്ധതി, അതാണ് മനോവ്യാപാരം. അപ്പൊ അതൊക്കെ നടത്താനുള്ള ശേഷി ഈ കുട്ടി നേടിയെടുക്കുകയാണ്. അത് സാധ്യമാകുന്നത് റിവേഴ്സിബിലിറ്റിയുടെ സഹായത്തോടെയാണ്. എന്താണ് റിവേഴ്സിബിലിറ്റി എന്ന് നേരത്തെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ശേഷി ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുകയാണ്. പിന്നെ ഈ ഘട്ടത്തിന്റെ പ്രത്യേകത, ഇങ്ങനെ റിവേഴ്സിബിലിറ്റിയൊക്കെ കുട്ടി നടത്താനുള്ള ശേഷിയൊക്കെ കുട്ടി നേടിയെടുക്കുന്നുവെങ്കിലും അനുഭവങ്ങൾ പദാർത്ഥനിഷ്ഠമാകേണ്ടതുണ്ട് എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടക്കുകയുള്ളൂ. അക്കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ ഘട്ടത്തിന്റെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഈ ഘട്ടം ഇനിയും ഒരു പരിമിതി ഈ ഘട്ടത്തിൽ ആ കുട്ടിക്കുണ്ട്. അതായത് പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ ഈ ഘട്ടത്തിലും കുട്ടിയുടെ ചിന്തകൾ നടക്കുകയുള്ളൂ.
ശുദ്ധമായ ഗുണാത്മക ചിന്തനം ഈ ഘട്ടത്തിൽ നടത്തുവാൻ കുട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന അദ്ദേഹം ഈ 4-ാം ഘട്ടത്തെ, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തെ വിളിക്കാൻ കാരണം, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഈ ഘട്ടത്തെ വിളിച്ചു എന്നതിന്റെ കാരണം ഇതാണ്. ഇവിടെ പരിപൂർണമായ ഗുണാത്മക ചിന്തനം നടത്താൻ കുട്ടിക്ക് സാധ്യമല്ല. ഇവിടെ ഒരു പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടത്താൻ അഥവാ ചിന്തകൾ നടത്താൻ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഘട്ടത്തിന്റെ ഒരു പരിമിതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 12 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പലവിധ കഴിവുകൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വസ്തുക്കൾ ഒന്നോ അതിലധികമോ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് കണക്കിലെ അഥവാ ഗണിതത്തിലെ ചതുഷ്ക്രിയകൾ ചെയ്യാനൊക്കെ സാധിക്കും. എണ്ണം, വലിപ്പം, ആകൃതി, തൂക്കം ഇതിൻ്റെയൊക്കെ സവിശേഷതകൾക്കൊത്ത് നടത്തുന്ന ക്രമീകരണം അഥവാ സീരിയേഷൻ നടത്താൻ കുട്ടിക്ക് സാധിക്കും. ഇനി വർഗങ്ങളും ഉപവർഗങ്ങളും ഒക്കെ രൂപവൽക്കരിക്കുവാൻ കുട്ടിക്ക് സാധിക്കും. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ ഗ്രൂപ്പിംഗ് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇതൊക്കെ നടത്താൻ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഈ കുട്ടിക്ക് സാധിക്കുന്നു? അത് റിവേഴ്സബിലിറ്റി നടത്താനുള്ള ശേഷി അഥവാ അനുഭവങ്ങളെ പിന്നിലേക്ക് എടുക്കാനുള്ള ശേഷി അഥവാ റിവേഴ്സബിലിറ്റിക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സീരിയേഷൻ അഥവാ ക്രമീകരണം നടത്താനും ഒക്കെ ചതുഷ്ക്രിയകൾ ചെയ്യാനും ഒക്കെ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഭാഗത്ത് നിന്നും ഒരു കേഡറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ഇനി നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു പിയാഷെ, which all abilities are essential for children to develop the ability of seriation? പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന ഇതര ശേഷികൾ ഏതാണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു റിവേഴ്സബിലിറ്റിക്കുള്ള ശേഷി കുട്ടി നേടിയെടുത്താൽ മാത്രമേ കുട്ടിക്ക് ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അഥവാ റിവേഴ്സബിലിറ്റി എന്നതിൻ്റെ മലയാളമാണ് പ്രത്യാവർത്തന ശേഷി. അപ്പോൾ എ എന്ന ഉത്തരമാണ് അതിൽ ശരി, എ എന്ന ഓപ്ഷനാണ് ശരി. റിവേഴ്സബിലിറ്റി നേടിയെടുക്കണം. അപ്പോൾ പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം അഥവാ സീരിയേഷൻ എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന മറ്റൊരു ശേഷിയാണ്. അത് നടത്താൻ ഈ റിവേഴ്സബിലിറ്റി എന്ന ശേഷി കുട്ടി നേടിയെടുക്കേണ്ടതുണ്ട്. 5-ാമത്തെ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം. 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന ശേഷിയാണ് ഗുണാത്മകവും തികച്ചും ബിംബാത്മകവുമായ ചിന്തനം സാധ്യമാകുന്നു. ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാനാവുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ചിന്തിക്കാൻ പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ അനുഭവങ്ങളുടെയോ സഹായമൊന്നും ആവശ്യമില്ല. കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച്, മനസ്സിൽ ചിന്തിച്ച്, അനുമാനിച്ച് യുക്തിചിന്തനം നടത്താനുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കും. അതാണ് 12 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാര്യം. അവിടെ നേരത്തെ കഴിഞ്ഞ ഘട്ടത്തിൽ ചിന്തിക്കാൻ കുട്ടിക്ക് എന്ത് വേണം? ഒരു പദാർത്ഥം വേണം മുന്നിൽ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ അനുഭവങ്ങളുടെയോ സഹായം ആവശ്യമായിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ അതിന് ആവശ്യമില്ല. അതില്ലാതെ തന്നെ ചിന്തിക്കുവാൻ, കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ അനുമാനിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ തന്നെ അങ്ങനെ യുക്തിചിന്തനം നടത്താനുള്ള ശേഷി ഈ പ്രായത്തിൽ, അതാ 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ആ ഘട്ടത്തിൽ തന്നെ കുട്ടി നേടിയെടുക്കും. അതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രത്യേകത. ഇത് സംബന്ധമായി ഒരു കേഡറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണ്? ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം. അമൂർത്ത ചിന്ത എന്ന് പറയുമ്പോൾ പദാർത്ഥങ്ങളുടെ സഹായമില്ലാതെ തന്നെ അനുമാനങ്ങളൊക്കെ മനസ്സിൽ തന്നെ ചിന്തിച്ച് കുട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതാണ് അമൂർത്ത ചിന്ത. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്ന വളർച്ചാഘട്ടം ശൈശവമല്ല, ബാല്യവുമല്ല, വാർദ്ധക്യവുമല്ല. വാർദ്ധക്യത്തിൽ ആ ശേഷി ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ കൗമാരമാണ് ശരിയായ ഉത്തരം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം.
മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഈ വിഷയകമായ ഒരു ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേജസ് ഡസ് നോട്ട് ബിലോങ്സ് ടു പിയാഷേസ് സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷെ പറയുന്ന ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ വൈജ്ഞാനിക വികസന ഘട്ടത്തിന്റെ ഇതിൽ പെടാത്തത് ഏതാണ്? അതിൽ പെടാത്തത് ഏതാണ്? ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഐന്ദ്രിക ചാലക ഘട്ടം, ശരിയാണ്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ആശയാധാന പൂർവ്വഘട്ടം, അതും പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ പെട്ടതാണ്. ഇൻഡിറ്റീവ് സ്റ്റേജ് ഊഹനഘട്ടം, അതും അതിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഐക്കോണിക് സ്റ്റേജ് ബിംബനഘട്ടം, ഇത് പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ബിംബനഘട്ടം എന്ന ഒന്ന് നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ. അപ്പോൾ വൈജ്ഞാനിക പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പെടാത്തതാണ് ബിംബനഘട്ടം. അപ്പോൾ ഡി എന്നതാണ് ശരിയായ ഉത്തരം. ഈ ഉത്തരം എഴുതിയ ആൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ബി എന്നതിന് നേരെയും ഡി എന്നതിന് നേരെയും അയാൾ ശരിയിട്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ കൺഫ്യൂഷൻ എവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ഈ വിഷയം പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബിംബനഘട്ടം എന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ബ്രൂണറുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഐക്കണിക് സ്റ്റേജ് അഥവാ ബിംബനഘട്ടം കാണുന്നത്. ഇപ്പൊ പിയാഷെയുടേതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പിയാഷെ ഏതെല്ലാം ഘട്ടങ്ങളുടെ പേരാണ് പറയുന്നത് അത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി ബ്രൂണറുടേത് പഠിക്കുമ്പോൾ അതിൽ ബിംബനഘട്ടം എന്ന ഒന്നുണ്ട്. രണ്ടും കൂടി കലർന്നു പോവാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ ഡി, ബിംബനഘട്ടം അഥവാ ഐക്കണിക് സ്റ്റേജ് എന്ന അവസാനത്തെ ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. 14ാമത്തെ ചോദ്യം, അന്ന ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെടുത്തി അന്ന ഡേഷ് ഘട്ടത്തിലാണ്. അന്ന ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെടുത്തി അന്ന ഡേഷ് ഘട്ടത്തിലാണ്. അന്ന ഒബേസ് ദ ടീച്ചർ ഇൻ ദി ഫിയർ ഓഫ് ഗെറ്റിംഗ് പണിഷ്മെന്റ്. Based on Kohlberg's levels of moral development, she is in the dash level. A. യാഥാസ്ഥിതിക സദാചാര ഘട്ടം കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ. ബി. പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ. സി. യാഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ. ഡി. നല്ല കുട്ടി സദാചാര ഘട്ടം ഗുഡ് ചൈൽഡ് മൊറാലിറ്റി ലെവൽ. ബി ആണ് ഉത്തരം, പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ. കോൾബർഗിന്റെ ഈ ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവ നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാണ് ഈ ചോദ്യം ഈ കാറ്റഗറി 2 വന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ ഈ മലയാളത്തിൽ നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില മലയാള പുസ്തകങ്ങളിൽ ഈ ഇംഗ്ലീഷിൽ നൽകിയ ഈ പദങ്ങൾക്ക് ഈ മലയാളമല്ല നൽകിയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BEd കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിയുടെ പുസ്തകത്തിൽ ഇങ്ങനെയല്ല ഈ വാക്കുകൾക്ക് മലയാളം നൽകിയിരിക്കുന്നത്. അവിടെ പ്രീ കൺവെൻഷണൽ എന്നതിന് വ്യവസ്ഥാപിത പൂർവ്വതലം എന്നും കൺവെൻഷണൽ എന്നതിന് വ്യവസ്ഥാപിത തലമെന്നും പോസ്റ്റ് കൺവെൻഷണൽ എന്നതിന് വ്യവസ്ഥാപിതാനന്തര തലം എന്നുമാണ് മലയാളം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മലയാള വാക്കിൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഇംഗ്ലീഷ് വാക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കോൾബർഗിന്റെ ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് പരിശോധിക്കാം. സാൻമാർഗിക വികസനം പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആ ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു ശാസ്ത്രജ്ഞനാണ് കോൾബർഗ്. കോൾബർഗ് സാമൂഹിക വികസനത്തെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം അതിന് പല ഘട്ടങ്ങളായിട്ടാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി
അദ്ദേഹം കണ്ടെത്തിയത് 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങളുണ്ട് സാൻമാർഗിക വികസനത്തിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 ഘട്ടങ്ങൾ അദ്ദേഹം പ്രീ കൺവെൻഷനൽ എന്ന് വിളിച്ചു, അഥവാ വ്യവസ്ഥാപിത പൂർവ്വതലം. അടുത്ത 2 ഘട്ടങ്ങളെ അദ്ദേഹം കൺവെൻഷനൽ എന്നാണ് വിളിച്ചത്, അഥവാ വ്യവസ്ഥാപിത തലം. അവസാനത്തെ 2 ഘട്ടങ്ങൾ അദ്ദേഹം വ്യവസ്ഥാപിതാനന്തര തലം അഥവാ പോസ്റ്റ് കൺവെൻഷനൽ എന്നാണ് അദ്ദേഹം വർഗീകരിച്ചത്. അപ്പോൾ പ്രീ കൺവെൻഷനൽ, കൺവെൻഷനൽ, പോസ്റ്റ് കൺവെൻഷനൽ, ഇങ്ങനെയാണ് കോൾബർഗ് സാമൂഹിക വികസന ഘട്ടങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതാണ് കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ. ഒന്നാമത്തെ തലം വ്യവസ്ഥാപിത പൂർവ്വതലം, 4 മുതൽ 10 വയസ്സ് വരെ. അതിന് താഴെ തലം 2 വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ. തലം 3 വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. തലം 1 വ്യവസ്ഥാപിത പൂർവ്വതലം അഥവാ പ്രീ കൺവെൻഷനൽ സ്റ്റേജ്, 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഈ 4 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ഒന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം. അടി കിട്ടരുത്, മാതാപിതാക്കളിൽ നിന്ന് അടി കിട്ടരുത്, അവർ ചീത്ത പറയരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് ഒന്നാമത്തെ ഘട്ടം. 2ാം ഘട്ടമാണ് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം. കുട്ടികളുടെ ആവശ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടി മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് 2ാം ഘട്ടം. ഇനി തലം 2 കൺവെൻഷനൽ സ്റ്റേജ് അഥവാ വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അവസ്ഥയാണത്. അതിൽ ഒരു ഘട്ടം സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. അഥവാ അവർക്കൊരു ഗ്യാങ് ഉണ്ടാകും, ആ ഗ്യാങ്ങിന്റെ മാനദണ്ഡങ്ങളോടൊക്കെ യോജിച്ചു പോകുന്ന ഘട്ടം. ഘട്ടം 4 സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സാമൂഹിക നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഘട്ടമാണ് ഘട്ടം 4. ഇനി 3ാമത്തെ തലം വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷമാണ് ഈ പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലെ പ്രത്യേകത എന്താണ്? ഘട്ടം 5 നോക്കാം. അതിൽ തലം 3-ൽ 2 ഘട്ടങ്ങൾ, 5, 6 എന്നീ 2 ഘട്ടങ്ങളുണ്ട്. ഘട്ടം 5-ൽ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. അപ്പോൾ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളൊക്കെ കുട്ടി അംഗീകരിക്കുന്ന ഘട്ടമാണ് 13 വയസ്സിന് ശേഷമുള്ള ആദ്യ ഘട്ടം. ഘട്ടം 6 സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ സിദ്ധാന്തങ്ങളുമായിട്ട് കുട്ടി പരിപൂർണമായിട്ട് യോജിച്ചു പോകുന്ന ഘട്ടം. അതാണ് 6ാമത്തെ ഘട്ടം. ഇങ്ങനെ 6 ഘട്ടങ്ങളായിട്ട് 3 തലങ്ങൾ അഥവാ 3 തലങ്ങളായിട്ടുള്ള 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കുട്ടിയുടെ സാൻമാർഗിക വികസനത്തിൽ. ഇങ്ങനെ 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കോൾബർഗ് പറയുന്നത്. കേട്ടറ്റ് പരീക്ഷകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു കോൾബർഗിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. ചോദ്യം ഇതാണ്: സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? നമുക്കറിയാം, 1ാമത്തെ ഘട്ടം വ്യവസ്ഥാപിത പൂർവ്വഘട്ടം അഥവാ പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി. ആ ഘട്ടത്തിലാണ് ആ കുട്ടി ഉള്ളത്. നമുക്കറിയാം, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മറ്റുള്ളവരെ അനുസരിക്കുന്ന ഘട്ടമാണ് പ്രീ കൺവെൻഷനൽ അഥവാ വ്യവസ്ഥാപിത പൂർവ്വഘട്ടം. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി എന്നതാണ്. ഇതേ കാര്യം തന്നെ മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നു. രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? ഈ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് വ്യവസ്ഥാപിത പൂർവ്വതലം.
വ്യവസ്ഥാപിത പൂർവ്വതലത്തിലാണ് കുട്ടികൾ ശിക്ഷ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. അപ്പോൾ അത് വ്യവസ്ഥാപിത പൂർവ്വതലം, പ്രീ കൺവെൻഷനൽ ലെവലിലാണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പൊ മറ്റൊരു ചോദ്യം കൂടി, മറ്റൊരു പരീക്ഷയിൽ വന്ന വേറൊരു ചോദ്യം കൂടി നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. അമ്മേ, എനിക്കൊരു ട്രോഫി തരികയാണെങ്കിൽ ഞാൻ നന്നായി പെരുമാറാം. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ധാർമ്മിക വികസനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോ ഒരു ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി നന്നായി പെരുമാറുകയാണ്. അപ്പോൾ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി നന്നായിട്ട് പെരുമാറുക, മറ്റുള്ളവരെ അനുസരിക്കുക. ഇത് ഏത് ഘട്ടത്തിലാണ്? ഇത് പ്രീ കൺവെൻഷനൽ സ്റ്റേജിൽ അഥവാ വ്യവസ്ഥാപിത പൂർവ്വഘട്ടത്തിലാണ്. വ്യവസ്ഥാപിത പൂർവ്വഘട്ടത്തിൽ, പ്രീ കൺവെൻഷനൽ സ്റ്റേജ്. അപ്പോൾ ഇവിടെ യാഥാസ്ഥിക പൂർവ്വഘട്ടം എന്നാണ് ഓപ്ഷൻ എ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്, വ്യവസ്ഥാപിത പൂർവ്വഘട്ടം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ചില വാക്കുകളൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള വാക്കുകൾ അല്ലാതെ ചില അപൂർവം ചില ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറുഭാഗത്തുള്ള ഇംഗ്ലീഷ് ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു നോക്കുക. പ്രീ കൺവെൻഷനൽ, കൺവെൻഷനൽ, സെൻസർ മോട്ടോർ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജ് എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യവസ്ഥാപിത പൂർവ്വഘട്ടം എന്ന് പറഞ്ഞത് പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജിനെ കുറിച്ചാണ്. അപ്പോൾ പോസ്റ്റ് കൺവെൻഷനൽ എന്നത് ഓപ്ഷൻ എ ആണല്ലോ, നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് എ ആണ് ശരിയായ ഓപ്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഏതൊരു വാക്ക് പഠിക്കുമ്പോഴും ഇങ്ങനെ ചില ടേംസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. 15ാമത്തെ ചോദ്യം, വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ചൈൽഡ് സെന്റേർഡ് ലേണിംഗ്? എ, കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു. ബി, പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു. സി, കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. ഡി, ടീച്ചർ കുട്ടികൾക്ക് പാഠപുസ്തകം ക്ലാസ്സിൽ വായിക്കാൻ അവസരം നൽകുന്നു. ഇതിൽ വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതിയെ സംബന്ധിച്ച് ശരിയായത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഇതിൽ എ മാത്രമാണ് ശരി. കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കാനും പ്രവർത്തിക്കാനും ടീച്ചർ അവസരം നൽകുന്നു. അത് ഒരു വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതിയുടെ സ്വഭാവമാണ്. എന്നാൽ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതും അതൊന്നും ചൈൽഡ് സെന്റേർഡ് ലേണിംഗിന്റെ രീതികളല്ല. എ മാത്രമാണ് ശരി.